പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഉണ്ടായിരുന്നത് എൻ്റെ ലൈഫിൽ. കേൾക്കണവർ വിചാരിക്കും അയ്യേ ഇതൊക്കെ എന്ത്, ഇതൊക്കെ സാധാരണ ഉണ്ടാവണ സിമ്പിൾ കാര്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു സംഭവമായിട്ടാണ് ഞാനത് കാണുന്നത്. 5ാം മാസത്തിലെ അനോമിയ സ്കാനിങ്ങിലാണ് ആ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായി. സർവീസ് ലെങ്ത്ത് 2.8 mm ഓപ്പൺ ആയിരിക്കണം, നമ്മുടെ യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ്റിലാണ് എന്നെ കാണിച്ചിരുന്നത്. നമ്മൾ റിപ്പോർട്ടൊക്കെ ആയിട്ട് ചെന്നു. എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളിപ്പോൾ തന്നെ പൊക്കോളൂ, വേഗം തന്നെ യൂട്രസ് സ്റ്റിച്ച് ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ കുട്ടി അബോഷനായി പോകുന്നത്. ഞാനിത് കേട്ടതും അന്തം വിട്ട് മന്ദബുദ്ധിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മളൊന്നും നോക്കാണ്ട് പോട്ടെ ധന്യ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. കാരണം നമുക്ക് അവിടെ പോയാൽ മതി എന്ന് നമ്മൾ ഫാമിലി ആയിട്ട് തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിനെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. ഒന്നാമത് ഞായറാഴ്ച തന്നെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് ഡോക്ടറിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എമർജൻസി ആണോ നോക്കാൻ വേണ്ടി എന്നെ ലേബർ റൂമിൽ കയറ്റി എന്നെ ചെക്ക് ചെയ്തു. എമർജൻസി അല്ല, കുഴപ്പമില്ല, നമുക്ക് നാളെ തന്നെ എന്തായാലും സ്റ്റിച്ചിങ് പരിപാടികൾ തുടങ്ങാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 10 മണിയായപ്പോൾ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. 11 മണിയോടെ എൻ്റെ സ്റ്റിച്ചിങ് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. സ്റ്റിച്ച് ഇട്ടതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഒരു ഇഞ്ചക്ഷൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചക്ഷന് കുത്താൻ എല്ലാ ഞായറാഴ്ചയും പോവാറ്. അപ്പോൾ ഓക്കെ, ബൈ.